ചിത്രശലഭങ്ങളെ പോലെ വർണ്ണശഭിളിമയാർന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആർത്ത് കളിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ ആഹ്ലാദം നോക്കി നിന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മൂലയിൽ ഒരു കൊച്ചു കുഞ്ഞിങ്ങനെ നിന്ന് കരയുന്നത് കണ്ടു. ആ കുട്ടിയുടെ വസ്ത്രം മുഷിഞ്ഞതാണ്. ആ കുട്ടി ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കണ്ടപ്പോൾ സഹാബത്ത് നിസ്കരിക്കാൻ കാത്തിരിക്കുന്നത് പോലും മറന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ബസാറിലേക്ക് ഇറങ്ങുകയാണ്. കൊച്ചു കുഞ്ഞിന്റെ നൊമ്പരത്തെ കണ്ടു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി പൽമന രാമചന്ദ്രൻ നായർ, എന്റെ അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം. മലയാള ഭാഷയുടെ ഗ്രാമറിനെ കുറിച്ച് ഗ്രന്ഥം രചിച്ചയാളാണ്. ഹദീസിൽ വിവരിക്കുന്ന ഈ സംഭവം കേകവൃത്തത്തിൽ മനോഹരമായി അദ്ദേഹം ഇങ്ങനെ പാടുന്നുണ്ട്. അർത്ഥഗർഭമായ സാന്ദ്രമായ ഒരു പുള്ളുവൻ പാട്ടുപോലെ മനോഹരമായി അദ്ദേഹം പാടുകയാണ്. എനിക്ക് തോന്നുന്നു യതീംഖാനയുടെ സിൽവർ ജൂബിലിയിൽ ആ കവിത പറയുന്നതും പാടുന്നതും സാങ്കത്യമാണെന്ന്. എന്തിനായേവം മാഴ്വി നിൽപ്പൂ നീ ഒരു കോണിൽ തോഴരത്തെന്ത നീ പെരുന്നാൾ ഘോഷിക്കാത്തു. എന്തിനായേവം മാഴ്വി നിൽപ്പൂ, പൊന്നുമോനെ നീ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞു നിൽക്കുന്നത്? തോഴരത്തെന്ത നീ പെരുന്നാൾ ഘോഷിക്കാത്തു. കൂട്ടുകാരോടൊത്ത് നീ എന്താണ് പെരുന്നാളിന്റെ ആഘോഷമില്ലാതെ ഒറ്റക്കിരുന്ന് കരയുന്നതെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. കുട്ടി മറുപടി പറയുകയാണ്. പ്രവാചകരെതിർത്തൊര പോരിലൻ പിതാവയ്യോ മരിച്ചു ഞാനിന്നനാഥനായി. ഞാനൊരു യതീമാണ്, എനിക്ക് ഉപ്പിച്ചില്ല, എനിക്ക് ഉമ്മച്ചിയില്ല. ആരാണ് ഉടയാടകൾ വാങ്ങിത്തരാനുള്ളത്? ആരാണ് ഭക്ഷണം വാങ്ങിത്തരാനുള്ളത്? ആരാരുമില്ലാത്ത അനാഥനാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ പുണ്യനബിയുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പി. പുണ്യനബിയുടെ റോസാദളം പോലെയുള്ള അതരപുടങ്ങൾ സങ്കടത്താൽ വിങ്ങി വിറച്ചു. ആ കുഞ്ഞിന്റെ കൈ പിടിച്ചു പരിശുദ്ധ പുണ്യനബി വീട്ടിലേക്ക് വരികയാണ്. സഹാബ നിസ്കരിക്കാൻ കാത്തിരിക്കുകയാണ്. പുണ്യനബി ആ കൊച്ചുകുട്ടിയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. ആയിഷ ബീവിയുടെ വീട്ടില് പുണ്യനബിയുടെ തിരുകരങ്ങൾ ആ കുഞ്ഞിന്റെ കവിളണകളിൽ അരുമി നടന്നു. കരയുന്ന കണ്ണുനീരിങ്ങനെ തുടച്ചു കൊടുത്തിട്ട് പറയുന്നു, മോനെ പാപ്പയില്ലെന്ന് പറയല്ലടാ മുത്തേ, നീ അനാഥനാണെന്ന് പറയല്ലടാ പൊന്നേ. പുണ്യനബിയുടെ ഹൃദയത്തിലൂടെ കടന്നുപോയിക്കോ കാണും. എല്ലാ മക്കളും ഉപ്പയുടെ കയ്യെ പിടിച്ച് മക്കയുടെ സായാഹ്നങ്ങളിൽ നടന്നു പോകുമ്പോ കഅബയുടെ ഒരു ചെരുവിലിരുന്ന് അനാഥനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പ അബ്ദുല്ലാനെ ഒന്ന് ബാപ്പാ എന്ന് വിളിക്കാൻ പുണ്യനബിക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല. മോനെ എന്നൊരു വിളി വാപ്പയുടെ ചുണ്ടിൽ നിന്ന് കേൾക്കാനുള്ള സൗഭാഗ്യം പരിശുദ്ധ തിരുദൂതർക്ക് കഴിഞ്ഞിട്ടില്ല. ഉമ്മയുടെ വിയോഗത്തിന്റെ വേദനയും അനുഭവിച്ചിട്ടുണ്ട് ഈ നായകൻ. അബവ എന്ന് പറയുന്ന വിജനമായ മരുഭൂമിയിൽ ഉമ്മ ആമിന ബീവിയുടെ വഫാത്തിൽ മറവ് ചെയ്ത് ഉമ്മു ഐമൻ എന്ന അടിമ പെണ്ണിന്റെ കയ്യെ പിടിച്ച അനാഥനായി അൽ അമീൻ മക്കയിലേക്ക് മടങ്ങി വന്നൊരു മുഹൂർത്തമുണ്ട്. യഹ്വാനിങ്ങളെ, പുണ്യനബിയുടെ മനസ്സിൽ അത് പോയിട്ടുണ്ടാകൂലേ? ആ കൊച്ചുകുട്ടിയോട് പറയുകയാണ്, മോനെ എന്നെ ഒന്ന് ബാപ്പാ എന്ന് വിളിക്കടാ.
എന്നെ ഒന്ന് വിളിക്കടാ. ആരാണ് തന്റെ മുന്നിലിരിക്കുന്നത് എന്ന് അത്രമേൽ അറിയാത്ത ആ കൊച്ചുകുട്ടി ചന്ദ്രശോഭയുള്ള പുണ്യനബിയുടെ മുഖകമലങ്ങളിലേക്ക് നോക്കിയിട്ട് അബീ അബീ എന്നൊരു വിളി വിളിച്ചപ്പോ പുന്നാര റസൂലുള്ള വിതുമ്പിപ്പോയി. കൊച്ചുകുഞ്ഞിനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ച് തെരുതരാ ചുംബിക്കുകയാണ് താജുദാറേ മദീന മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീവിയെ ചൂണ്ടിയിട്ട് പറഞ്ഞു, മകനെ ഇത് നിന്റെ ഉമ്മിച്ചയാണ്, ഉമ്മ എന്ന് വിളിക്കടാ മുത്തേ. ഉമ്മ എന്ന് വിളിച്ചു. പുണ്യനബിക്ക് സന്തോഷമായി. ആ കൊച്ചുകുട്ടി അതാ വാതിൽ തുറക്കുകയാണ്. പുന്നാർ നബിയുടെ സങ്കടക്കടലിന്റെ തിരമാല പൊട്ടിയ മുഖത്ത് പുഞ്ചിരി വിരുന്നു വരികയാണ്. ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തുന്ന റൈഹാൻ പൂവിതൽ പോലെ പുണ്യനബി പുഞ്ചിരി തൂകുകയാണ്. വാതിൽ തുറന്നോടിയ മകൻ അങ്ങാടിയിൽ കളിക്കുന്ന പിള്ളേരോട് വിളിച്ചു പറഞ്ഞു, അറിഞ്ഞില്ലേ എനിക്ക് വാപ്പയുണ്ട്, എനിക്ക് വാപ്പയുണ്ട്. എന്റെ ബാപ്പ മുഹമ്മദാ, എന്റെ ബാപ്പ മുഹമ്മദാ. അടഞ്ഞു കിടക്കുന്ന മദീനയിലെ വീടുകളിൽ മുട്ടിയിട്ട് ആ കൊച്ചുകുട്ടി സന്തോഷത്തിൽ തുള്ളിച്ചാടി വിളിച്ചു പറഞ്ഞു, എനിക്ക് വാപ്പയുണ്ട്, എന്റെ വാപ്പ മുഹമ്മദാ. ഈ രംഗമാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി പൽമന രാമചന്ദ്രൻ നായർ കേകവൃത്തത്തിൽ ശില്പഭദ്രമായ പ്രാസനിബദ്ധമായ കവിതയിൽ പറയുന്നത്. മർത്യസംസ്കാരത്തിനു മംഗലാർന്ന ജ്ഞാനത്തിൻ പാരമിരുളിൽ വീഴവേ ആ പാവന പ്രവാചകന്റെ തിരുനാൾ പുലരിയിൽ നമിക്കുന്നു നമോവാകം. ഞാൻ ആ പ്രവാചകന്റെ കാരുണ്യ പ്രസാദത്തിനു മുന്നിൽ എന്റെ ശിരസ് കുനിക്കുകയാണ്. ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പലരും കരഞ്ഞില്ലേ? കരുളായി യതീം ഖാന. അതുപോലെ ഒരുപാട് പിതാക്കന്മാരുണ്ട്. ജന്മം കൊടുത്ത പിതാവില്ലെങ്കിലും ചേർത്ത് പിടിച്ച പിതാക്കന്മാരുണ്ട്. സ്ഥാപനത്തിന്റെ അധ്യാപകർ, അവർക്ക് വേണ്ടി സഹായഹസ്തം നീട്ടുന്ന മാതാപിതാക്കളെ, നിങ്ങൾക്ക് പിറക്കാതെ പോയ പൊന്നുമക്കളാണെന്ന് കാണണം. പെരുന്നാളിന് നിലമ്പൂരങ്ങാടിയിൽ പെരുന്നാളിന്റെ 2 നാൾ മുമ്പ് ബിഗ് ഷോപ്പറുമായി കൊച്ചു കുഞ്ഞുങ്ങളുമായി ഷോപ്പിംഗ് കഴിഞ്ഞു മടങ്ങി വരാറില്ലേ നിങ്ങള്? കരുളായി യതീംഖാനയിലെ കുഞ്ഞുമക്കൾക്ക് തന്റെ ഉപ്പയെ കണ്ട ഓർമ്മ പോലും ഉണ്ടാകില്ല. അവരിൽ പലരും അനാഥര് മാത്രമല്ല, അഗതികളു മാത്രമാണ്. ഉള്ളതും ഇല്ലാത്തതുപോലെ ഫലം അവരും കൊതിക്കുന്നുണ്ടാകും. ഉപ്പയില്ല, പക്ഷേ കട്ട് ചെയ്ത് വിട്ടാൽ ഞാൻ പറഞ്ഞ കോണ്ടസ്റ്റ് എന്താന്ന് പിന്നീട് ഒരിക്കൽ മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു സ്ഥലത്തിരുന്ന് കേൾക്കുന്ന ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് ബഷീർ പേശിന്ന് അടിച്ചാൽ കാണാം വിവാദ പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് തന്നെ പ്രസംഗമുണ്ട്. ഓരോരുത്തർ അപ്ലോഡ് ചെയ്യുന്ന, ഞാൻ അപ്ലോഡ് ചെയ്യുന്നതല്ല. അപ്പൊ ഇഖ്വാനിങ്ങളെ 2 മണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് പോകുമ്പോൾ അവർ ചിലപ്പോൾ ഒരു കവറൊക്കെ തരാൻ സാധ്യതയുണ്ട്. റൈറ്റ് അല്ലേ? കമ്മിറ്റിക്കാർ മുങ്ങിയത് മൈക്കക്കാരനും ചിലപ്പോൾ കൊടുക്കും, വണ്ടിക്കാരനും കൊടുക്കും. നിങ്ങൾക്ക് ആരെങ്കിലും കവർ തരുമോ നിങ്ങളെ? നാളെ ചിലപ്പോൾ കവർ ഇങ്ങോട്ട് തരാൻ സാധ്യതയുണ്ട്. കബീർ വാക്കിയുടെ വയലിൻ്റെ നിങ്ങൾ സംഭാവന കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. അല്ലാതെ കവർ അങ്ങോട്ട് തരുന്ന ഒരു പരിപാടി വയലിലില്ല. അപ്പൊ ഈ സമയം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഒരു ലാഭം വേണം. Time and tide once lost cannot be regained. സമയവും കാലവും ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചു കിട്ടുകയില്ല. വമല്ലം യഅരിഫു നഖ്സ മിൻ ഔഖാതി കുല്ലു ഔഖാതി നഖ്സ്. ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു. സമയത്തെക്കുറിച്ച് ബോധമില്ലാത്തവന്റെ എല്ലാ സമയവും നഷ്ടത്തിലാണെന്ന് ഇമാം ശാഫഈ. തിരിച്ചു കിട്ടില്ല.
അപ്പൊ നമ്മൾ 2 മണിക്കൂർ ഇങ്ങനെ ഭയങ്കര തട്ടുപൊളിപ്പം പ്രസംഗം നടത്തിയാൽ നാളെ കരുളായിക്കാര് കമ്മിറ്റിക്കാരോട് നിങ്ങളോടൊക്കെ പറയും ഭയങ്കര പ്രസംഗമായിരുന്നു കേട്ടോ, മൂപ്പരെന്നെ അടുത്ത കൊല്ലം വിളിക്കണം, ഭയങ്കര പെർഫോമൻസാണ്. അങ്ങനെയാണ് നിങ്ങളുടെ ആരുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. നിങ്ങളെ സുഖിപ്പിക്കുന്ന പ്രസംഗം തൽക്കാലം ഒരു 5-6 കൊല്ലമായിട്ട് നിർത്തിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ 2 മണിക്കൂർ നമ്മൾ അമേരിക്ക ഇംഗ്ലണ്ടൊക്കെ പറഞ്ഞ് ഇങ്ങനെ തട്ട് പൊളിച്ച് പ്രസംഗിച്ച് നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഇവിടുന്ന് വയല് കഴിഞ്ഞ് പോകുമ്പോൾ ചില ആൾക്കാർ നിന്ന് മൂത്രം ഒഴിക്കും ബർമുടയൊക്കെ ഇട്ടിട്ട്. ഒരു മാറ്റം ഒരു വയലുകൊണ്ടും ഉണ്ടാകണില്ല. അടുത്ത കൊല്ലം ചിലപ്പോൾ 30-ാം വാർഷികത്തിനും വയല് വെക്കും, അല്ലെങ്കിൽ വേറെയും വയല് നടക്കും. അതിങ്ങനെ 2 മണിക്കൂർ വയല് പറയാ, ആൾക്കാരിങ്ങനെ കുറച്ച് പാട്ട് പാടുക, കുറച്ച് തമാശ പറയാ. ആൾക്കാർക്ക് ഒരു രസമാണ്, ഒരു എന്റർടൈൻമെന്റ് ആണ് ഇപ്പോൾ വയല് എന്ന് പറഞ്ഞാൽ. അത് പുതിയ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് വിവാദം ഉണ്ടായത്. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പഴമക്കാരായ ആലിമീങ്ങൾ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരെ പോലെയുള്ള, ശംസുൽ ഉലമയെ പോലെയുള്ള, തഴവ ഉസ്താദിനെ പോലെയുള്ള ബഹുമാനനായ നമ്മുടെ MLA സാഹിബ് വേദിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു ബ്രേക്ക് കൊടുക്കാം. അങ്ങനെ ഒരു ട്രഡീഷണൽ ഇസ്ലാമിക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന ഒന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അത് മിനൽ ഖൽബി ഇലൽ ഖൽബിലാണ്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ഒരു സംവേദനമായിരുന്നു. ജനങ്ങളിൽ അത് മാറ്റം ഉണ്ടാക്കിയിരുന്നു. ഇപ്പോ തട്ടുപൊളിപ്പൻ പ്രസംഗമാണ്. അതാണ് ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു എന്റർടൈൻമെന്റ് ആകണമെന്ന്. അതാണ് ഇസ്ലാമിക ദഅവത്തിന് സംഭവിച്ച ഏറ്റവും വലിയ അപകടം. സാധാരണഗതിയിൽ നമ്മൾ അല്ലാഹുവിനെ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലാഹുവിനെ സ്നേഹിക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയിട്ടില്ല. ഖബർ പേടിച്ച് ആരാധന ചെയ്യുന്ന, മഹ്ശറ പേടിച്ച് ആരാധന ചെയ്യുന്ന, നരകം ഭയന്ന് ആരാധന ചെയ്യുന്ന രീതിയിലേക്ക് ആരാധന പോലും വഴിമാറിപ്പോയ ഘട്ടം. പുണ്യ നബിയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് സിറാജം മുനീറ. അത് പറയുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് മുബശ്ശിറൻ വനദീറ. സന്തോഷവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പുകാരനുമാണ്. നമ്മളെല്ലാ പ്രസംഗങ്ങളിലും മുന്നറിയിപ്പ് മാത്രമേ ഉള്ളൂ. ഖബറിനെ കുറിച്ച് പറയും, മഹ്ശറയെ കുറിച്ച് പറയും, നരകത്തെ കുറിച്ച് പറയും. കാരണം അത് പറഞ്ഞാൽ ജനങ്ങൾ ഭയപ്പെടും. ഭയപ്പാട് മാത്രം പോരെ ഇഖ്വാനിങ്ങളെ, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഹൃദയത്തെ മാറ്റണം. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, സലാത്തുൽ മൻ കുന്ന ഫീഹി വജദ ഹലാവതൽ ഈമാൻ. ഈമാനിനൊരു മധുരമുണ്ട്, ഈമാനിനൊരു ടേസ്റ്റ് ഉണ്ട്, ഈമാനിന് അനുഭവവേദ്യമായ ഒരു രുചിയുണ്ട്. ആ ഈമാൻ ആർക്കാണ് ലഭിക്കുക? 3 വിഭാഗം ആളുകൾക്കാണ് ലഭിക്കുക. അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഈ പ്രപഞ്ചത്തിലെ സകല മനുഷ്യരെക്കാളും സൂര്യചന്ദ്ര നക്ഷത്ര ഗോള താരപഥങ്ങൾ, മാമലകള്, സമതലങ്ങൾ, ആറുകൾ, പുഴകൾ, ജലാശയങ്ങൾ, ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിലെ സകല വസ്തുവിനെക്കാട്ടിലും അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നവർക്കാണ് ഈമാനിന്റെ മധുരമെന്ന് പരിശുദ്ധ റസൂൽ. നമ്മൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നില്ല, ഭയങ്കര പേടിയാണ്. എന്താ കാരണം? നിങ്ങളുടെ കാര്യമല്ല, അത് വയല് പറയുന്നവരെ കൊണ്ടുണ്ടായ ഒരു കാര്യമാണ്. എന്തുട്ടെന്നറിയോ? നമ്മളെപ്പോഴും ഖബറിനെ കുറിച്ച് സംസാരിക്കുള്ളൂ. ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ ജനങ്ങൾ പേടിക്കും, കരയും, സംഭാവന കൂടും എന്നതാണ് അതിന്റെ പിന്നിലെ സൈക്കോളജി. കണ്ടോ? വിവാദമാണ് ഞാൻ പറയുന്നത്. ഇതാണ് ഞാൻ അങ്ങനെ പറയുള്ളൂ. മഹ്ശറയെ കുറിച്ച് നമ്മൾ പറയും, ജനങ്ങൾ പേടിക്കും, സംഭാവന കൂടും. ഒക്കെ നല്ല കാര്യമാണ്, അതൊക്കെ പറയേണ്ടത് തന്നെയാണ്. ഖബറിനെ കുറിച്ചൊക്കെ പറയണം. പക്ഷെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ മുത്തുമുഅ്മിനീങ്ങളോട് സംസാരിക്കുന്നില്ല. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, ഔലിയാക്കന്മാർ, ദർവേശുകളായി അലഞ്ഞു നടന്ന ആളുകൾ അള്ളാഹുവിനെ പ്രണയിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. നമ്മളെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടുണ്ടോ?
നമ്മൾ നിസ്കരിച്ചിട്ട് നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു സുഖം കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും മഗ്‌രിബ് നിസ്കരിച്ച ആൾക്കാരല്ലേ, സലാം വീട്ടിയപ്പോൾ വല്ല സന്തോഷം തോന്നി? എന്തൊട്ട് സന്തോഷം? ഒരു മട്ടൻ മന്തി കഴിച്ച് സന്തോഷം ആർക്കെങ്കിലും കിട്ടിയോ? ഇല്ല. ഒരു ഉദാഹരണം പറഞ്ഞതാ. ഒരു ജ്യൂസ് കുടിച്ച സുഖമെങ്കിലും കിട്ടിയോ? മഗ്‌രിബ് നിസ്കരിച്ചിട്ടില്ല. ഒരു ചടങ്ങാണ്, ഒരു ലദ്ദത്തില്ല, ഒരു ടേസ്റ്റ് ഇല്ല. നമ്മൾ ബദർ കേട്ടൊരു മുദ്രാവാക്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബദരീങ്ങൾ അള്ളാന്റെ സഹായം കിട്ടിയ ടീമാണ് മുഅ്മിനീങ്ങളെ. അവർക്ക് എങ്ങനെ കിട്ടിയത്? അള്ളാഹുവിനെ സ്നേഹിച്ചവരായത് കൊണ്ട്. ഭയത്തോടൊപ്പം മണ്ണാർക്കാട്ട് അമ്പംകുന്നെന്ന് പറയുന്ന മലയോരത്ത് കിടന്നുറങ്ങുന്ന ഒരു മഹാനുണ്ട്, വലിയുല്ലാഹി ബീരാൽ. അവർ ഞങ്ങളുടെ ചാവക്കാട്ടേക്ക് ജീവിതകാലത്ത് വന്നിരുന്നു. വട്ടേക്കാട്, എടക്കഴിയൂര്, വെന്മേനാട്, പാടൂര്, ഒരുമനയൂര് ഒക്കെ വരാറുണ്ട്. വീടുകളിൽ ഇങ്ങനെ ഇരിക്കാറുണ്ട്. ഒരു ദർവേശായി അലഞ്ഞു നടന്ന ഖാദിരിയ ത്വരീഖയുടെ ശൈഖാൻ മഹാനായ ബീരാൻ വലിയുല്ലാഹ്. കേട്ടിട്ടുണ്ടോ? ആ പേര് കേട്ടിട്ടുണ്ടോ? പറയുമ്പോ നിങ്ങൾ എന്തുട്ടും മിണ്ടാത്ത്? ആ പേര് കേട്ടിട്ടുണ്ടോ? റൈറ്റ്. അപ്പോ നമ്മുടെ പൈസ കയ്യിലെടുത്തിട്ടില്ല. നമ്മുടെ നേതാവ് പറയാണ് കവർ കൊടുക്കുന്നുണ്ട്, നാളെ കൊണ്ടുവരണമെന്നുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതാണ്. ഇഖ്വാനിങ്ങളെ, ഇതിൽ ₹1 പോലും പുണ്യകരമാണ്. 5 പൈസ പോലും മിസ്യൂസ് ചെയ്യപ്പെടില്ല. ഇതൊരു സ്ഥാപനമാണ്, ഡെസിഗ്നേഷനുള്ള സ്ഥാപനമാണ്. സാധാരണ 5-6 ആൾക്കാർ കൂടിയിട്ട് ഒരു വയൽ സംഘടിപ്പിക്കും. ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിലൊക്കെ അങ്ങനെയാണ്. 10 ലക്ഷം പിരിക്കും, 2 ലക്ഷം ചിലവാക്കും, 8 ലക്ഷം പുട്ടടിക്കും. അങ്ങനല്ലേ കുറേ ഓർഗനൈസേഷനിലെ സംഘടനകൾ കണ്ടിട്ടില്ലേ? ഒരു പിൻബലവും ഇല്ല. SYS അല്ല, SKSF അല്ല, സ്ഥാപനമല്ല, 5-6 ആൾക്കാർ. ഇതങ്ങനെയല്ല. ഒരു ഭീമമായ ചെലവ് വരുന്നുണ്ട്. 25 കൊല്ലം പിന്നിടുകയാണ്. അതുകൊണ്ട് നല്ല ഉദ്ദേശങ്ങൾ വെച്ച് നാളെ ദുആ സമ്മേളനം നടക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർക്കട്ടെ. അതോടൊപ്പം ബക്കറ്റിൽ നിങ്ങളൊരു 10 രൂപ എടുത്തിടരുത്, ഒരു 100 രൂപയെങ്കിലും എടുത്തിടുക. ഒരു ഇൻഷാ അല്ലാഹ് വെറുതെ പറഞ്ഞാണ് പൈസ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയും. വേണ്ട, സൗണ്ട് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് പറയുന്നത് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ കവറിൽ നാളെ കവർ കൊണ്ടുവരാതെ ഇങ്ങോട്ട് വരരുത്. 25 പൈസയാണ് ആ കവറിന്. എത്തിങ്ങാനുടെ മുതലാണ്. കവർ കത്തും കേട്ടാ എന്ന് വെച്ച് കവർ വാങ്ങാതിരിക്കുകയും വേണ്ട. വാങ്ങിയിട്ടതിൽ എന്തെങ്കിലും ഒരു ഹദിയ ഇട്ടേച്ചു കൊടുക്കണേ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നല്ല ഭക്ഷണ വിതരണം ഉണ്ട്. മാഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ സ്പീഡിൽ പോവാണ്, വളരെ സമയക്കുറവുണ്ട്. 10 മണിക്ക് നിർത്താൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. 9:32 ഇതൊരു വലിയ വിഷയം. ഞാൻ ബ്രീഫാക്കി പറയാം. എന്തെങ്കിലും ഒരു നന്മ ആരെങ്കിലും മനസ്സിലുണ്ടാവട്ടെ. ഇഖ്വാനിങ്ങളെ, അറബിക്കടലിന്റെ അലമാലകളെ നോക്കിയിട്ട് ആ കടലിന്റെ വിദൂര പദങ്ങളിലേക്ക് കണ്ണയച്ചുകൊണ്ട് ബീരാൻ വലിയുല്ലാഹ് ഒരു പാട്ടുപാടാറുണ്ട്. നിങ്ങൾ എന്റെ കൂടെ കൂടിക്കോ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെയാണ് പാടേണ്ടത്. പക്ഷെ ബീരാൻ വലി അങ്ങനെയല്ല പാടാറുള്ളത്. ഒന്ന് പാടിക്കാൻ എല്ലാവരും അറിയണ പാട്ടാണെങ്കിൽ ഒന്ന് പാടി. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. അല്ല, സിനിമയിലെ പാട്ടാണെങ്കിൽ നമ്മളെല്ലാവരും പാടിയത്. നൂർ മുഹമ്മദ് സല്ലല്ലാഹ്. അത് കഴിഞ്ഞ് പറയുന്നത് ബീരാൻ വലി കടലും തിരയും ഇല്ലല്ലാഹ്. അങ്ങനെയാണ് അദ്ദേഹം പറയാറുള്ളത്. ഏതെങ്കിലും വീട്ടിലിരിക്കുമ്പോഴ് കോഴിക്കുട്ടികളും പോകുന്നത് കണ്ട ബീരാൻ ഔലിയ ആഹ്ലാദത്തോടെ പാടും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് കോഴിമക്കളുമില്ലല്ലാഹ്. നിങ്ങൾക്ക് തോന്നില്ല ഒരു ഭ്രാന്തനാണല്ലേ പടച്ചോനെ വയല് പറയാൻ വിളിച്ചത് അല്ലേ? കമ്മിറ്റിക്കാർക്കും തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലാഹു നമ്മുടെ എല്ലാവരെയും ഭ്രാന്ത് നിലനിർത്തട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, ഇതൊക്കെ ഒരു ഭ്രാന്തനില്ലേ? നിങ്ങളിപ്പോ വയല് കേൾക്കാൻ വന്നത് ഭ്രാന്തല്ലേ? ഇപ്പൊ എത്രയോ കരുളായില് ഇത്ര ആണുങ്ങളുള്ളൂ. ആ ആണുങ്ങളൊക്കെ TV ഇരുന്ന് കാണുന്നുണ്ടാവും, ന്യൂസ് ചാനൽ കാണുന്നുണ്ടാവും, ചിലപ്പോൾ സീരിയൽ കാണണം. ധാരാളം സ്ത്രീകളുണ്ട്, ആണുങ്ങളൊക്കെ TV കാണുന്നുണ്ടാവും. അവർക്ക് ബുദ്ധിയുള്ള ആൾക്കാരാണ്. നമ്മൾ കുറച്ച് ഭ്രാന്തായതുകൊണ്ടല്ലേ അവിടെ വയല്. ഇതാ കുറച്ച് സ്റ്റേജിൽ കുറെ ഭ്രാന്തന്മാരിക്കുന്നുണ്ടല്ലേ? നിങ്ങൾ സുഖമായി കിടന്നുറങ്ങിക്കൂടെ? അതല്ലേ ബുദ്ധി.
ഇങ്ങനെ കുറെ പൊട്ടന്മാരും ഭ്രാന്തന്മാരുമാണ് സ്വർഗത്തിലുണ്ടാവുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബുദ്ധിയുള്ള കുറെ ആൾക്കാർ അപ്പുറത്തുണ്ടാവും. ഓക്കെ, റൈറ്റ്. ഇഖ്വാനിങ്ങളെ, അദ്ദേഹം പാടിയത് അങ്ങനെയാ. ആ കാലത്ത് ഒരുപാട് പേർ അദ്ദേഹത്തെ ഭ്രാന്തനെന്ന് വിളിച്ചു കല്ലെറിഞ്ഞോടിക്കുകയുണ്ടായി. പക്ഷേ ആ മനുഷ്യന്റെ വാക്കെന്താ? അള്ളാഹുവിനെ സ്നേഹിച്ച് വല്ലാത്ത പ്രണയത്തിന്റെ അവാജ്യമായ അനുഭൂതിയുടെ അങ്ങേ തലക്കലെത്തിയപ്പോ പറയുന്ന വാക്കാ, കടലും തിരയും ഇല്ലല്ലോ. ഇനി ഇത് കട്ടിതിട്ട് വിടണ്ട. ഇങ്ങനെ ഒരു തൗഹീദ് പറഞ്ഞു കട്ട് ചെയ്യണ്ട, വീടുകയാണെങ്കിൽ മൊത്തത്തിൽ വിടണം. നമ്മൾ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ കാണുന്നതിലെല്ലാം അയാളുടെ മുഖമായിരിക്കും, കേൾക്കുന്നതെല്ലാം അയാളുടെ ശബ്ദമായിരിക്കും. ഇത് ശ്രീശങ്കരന്റെ അദ്വൈതവാദമല്ല. കാണുന്നതെല്ലാം നാരായണ പ്രതിമ, കേൾക്കുവതെല്ലാം നാരായണ ശ്രുതിമ. അതല്ല അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടല്ലാത്ത ഒന്ന് എന്നാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒന്നുമല്ലാത്ത ഒന്നാണല്ലാഹ്. അല്ലാഹുവിനോട് തുല്യനായ ഒരു വസ്തുവില്ല, ഒന്നുമല്ലാത്ത ഒന്നാണ്. ജുസുല്ലാ യതയസ്സാ എന്ന് ശറഉൽ അഖായിദ പറയുന്നുണ്ട്. ഇഖ്വാനിങ്ങളെ, പ്രണയത്തിന്റെ അനുഭൂതിയിൽ പറഞ്ഞൊരു വാക്കാ. That is a chemistry of love. അത് പ്രണയത്തിന്റെ ഒരു രസതന്ത്രമാണ്. ദർവേശുകളായി അവർ പാടിയത് ഖയാലോ കഫീ ഐനി വദിക്റോ കഫീ ഫമീ വമത്വാ കഫീ ഖൽബി ഫഅൈന തഗീബു. എന്റെ കണ്ണില് നീയാണല്ലാ, എന്റെ ചുണ്ടില് നിന്റെ ദിക്റാണല്ലാ, എന്റെ ഹൃദയത്തിലാണ് നിന്റെ സ്ഥാനമല്ലാ. ഫഅൈന തഗീബു. പിന്നെ നീ എവിടെ പോയി മറയാനാ? നമുക്കിന്ന് അള്ളാഹുവിനോടുള്ള ബന്ധമാണില്ലാതെ പോയത്. പ്രക്ഷോഭം നടത്താൻ വലിയ വലിയ ആഹ്വാനങ്ങളുണ്ട്, അത് പറയാൻ വലിയ നേതാക്കന്മാരുണ്ട്, പതിനായിരങ്ങളുള്ള സമരങ്ങളുണ്ട്. പക്ഷേ അല്ലാഹു കൂടെയില്ല. അള്ളാഹുവാണ് കൂടെ ഇല്ലാത്തത്. എല്ലാവർക്കും ഒരു ബേജാറില്ല. ബദരീങ്ങൾ ജയിച്ചത് എങ്ങനെയാണ്? അറബിക്കടലിന്റെ അലമാലകളെ പോലെ ആർത്തലച്ച് വന്ന അറേബ്യൻ അയോധനകലയുടെ സകലമാന അടവുകളും പഠിച്ച ഖുറൈശികളുടെ മുന്നിൽ പൊട്ടിയ വാളുമായി, നുണ്ടിയ കുതിരകളുമായി, പരിശുദ്ധ റമദാനിന്റെ പട്ടാപകൽ ഒട്ടിയ വയറുമായി വന്ന സഹാബ ആയുധമില്ലാതെ അതിജയിച്ചത് അല്ലാഹുവിന്റെ സഹായം കൊണ്ടാണ്. അതാണ് നമുക്കില്ലാതെ പോയത്. ആഹ്വാനം ചെയ്യാനൊക്കെ ഭയങ്കര സംഭവമാണ്. എല്ലാരും കൂടി ദ്വാരത്തിട്ട് എന്തേ സുപ്രീം കോടതി ആ വിധിയിൽ ഒന്നും പറഞ്ഞില്ലല്ലോ. ആരാ ദ്വാരക്കാത്തത്? എന്താ ഉണ്ടായത്? നേതാക്കന്മാരൊക്കെ കൂടെ ഭയങ്കര ആഹ്വാനം ഉണ്ടാവും. അള്ളാഹു കൂടെ വേണം. അള്ളാഹു ഇല്ലാത്ത ഒരാഹ്വാനം വിജയിക്കില്ല. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. അബ്രഹത്തിന്റെ ആനപ്പടയാളികളെ അബാബിൽ പക്ഷികളെ ഉപയോഗിച്ച് തകർത്ത അള്ളാഹു ഫറോവൻ ഇംപീരിയലിസത്തെ ചെങ്കടലിന്റെ ആഴങ്ങളിലേക്ക് താഴ്ത്തിക്കളഞ്ഞ അല്ലാഹ് നമ്രൂദിന്റെ ആകാശം മുട്ടുന്ന അഗ്നി കുണ്ടാരത്തെ അതിജയിച്ച ഇബ്രാഹിമിന്റെ അല്ലാഹ് ഇപ്പോഴും ഉണ്ട്. കൂടെ ഉണ്ടാകാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്റെ കണ്ണിൽ നീയാണ് അല്ലാഹുവേ. എന്റെ ചുണ്ടിൽ നിന്റെ ദിക്റാണല്ലാഹ്. സൂറത്തുൽ അൻഫാൽ പറയുന്നുണ്ട് ബദരീങ്ങളുടെ വിജയം എന്താണ്? ദിക്റുല്ലാഹ് ദിക്റൻ കസീറാ. ബദരീങ്ങളോട് അല്ലാഹ് പറഞ്ഞാ നിങ്ങൾ അല്ലാഹനെ സ്മരിക്കണം കേട്ടോ. ആയുധം കൊണ്ടല്ല ബദർ ജയിച്ചത്. അതിനാളുണ്ടോ? നിലമ്പൂരിൽ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ പ്രക്ഷോഭം നടത്തിയ എത്ര ആൾക്കാരാണ് സുബഹി നിസ്കരിക്കാൻ കരുളായി പള്ളിയിൽ ഉണ്ടായത്? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വിവാദമായത്. എത്ര ആളുണ്ടായി പള്ളിയിൽ? ഇപ്പോഴും പള്ളിയിൽ സഫ് രണ്ടല്ലേ സുബഹിക്ക്? ബാക്കിയുള്ളവരെന്താ ചത്തോ?
വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. എന്നിട്ട് അസർ കഴിഞ്ഞ അമിത്ഷാക്കെതിരെ ബദറിൽ കേട്ടൊരു മുദ്രാവാക്യം. ഇതൊരു കോമഡിയിലെ ഉമ്മിനികൾ. ഞാൻ സമരത്തിന്റെ ഓരം കുറക്കൊന്നുമില്ല, ഓരങ്ങളാണ്ട് കൂട്ടിക്കോളി. പക്ഷേ അള്ളാഹിനോടുള്ള ഓരം കുറച്ച് കൂട്ടിയിട്ട് മതി, സമരം ജയിക്കൂല. ഫലസ്തീന്റെ ചരിത്രം എന്താണെന്നറിയോ? ഇസ്ലാമിക ചരിത്രത്തിന്റെ പ്രോജ്വലമായ അധ്യായമായിരുന്നു സ്പെയിൻ. എന്താണ്ടായത്? തകർത്ത് കൈ കൊടുത്തു അല്ലാഹു. എന്താ കാരണം? അള്ളാഹുവിൽ നിന്ന് മറന്നുപോയ ഒരു ജനതയെ, ദ ഫാദർ ഓഫ് മെഡിസിൻ എന്ന പേരിൽ അറിയപ്പെട്ട ഇബ്നു സീനയെ ലോകത്തിന് സമ്മാനിച്ച അദ്ദേഹത്തിന്റെ അൽ ഖാനൂനു ഫി തിബ്ബ് എന്ന് പറയുന്ന വൈദ്യശാസ്ത്ര ഗ്രന്ഥം, ദ ബൈബിൾ ഓഫ് മെഡിസിൻ എന്ന പേരിലാണ് യൂറോപ്പിൽ അറിയപ്പെട്ടത്. വായുവിനെ അധീനപ്പെടുത്തി മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയുമെന്നതിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ലോകത്തിന് പകർന്നു കൊടുത്ത അബ്ബാസ് ബിൻ ഫർനാസ് എന്ന ആദ്യത്തെ വിമാനം കണ്ടുപിടിച്ച മനുഷ്യൻ മുസ്ലിമാണ്. അൽജിബ്ര കണ്ടുപിടിച്ചത് മുസ്ലിമാണ്. സ്പെയിനിൽ ലോകത്തിന് സമ്മാനിച്ച പ്രതിഭകൾ, താർത്താരികൾ വന്ന് തകർത്തു കളഞ്ഞു. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ചിന്താഗതിയുള്ള താർത്താരികളും ചെങ്കിസ് ഖാൻമാരും വന്ന് തകർത്തു കളഞ്ഞത് അള്ളാഹുവിന്റെ ബോധം പോയപ്പോഴാണ്. ഫലസ്തീന്റെ ചരിത്രം എന്താണ്? നമ്മൾ പള്ളിയിൽ ദ്വാരക്കുക, അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫീ ഫിലസ്തീൻ. ഫലസ്തീൻ ഒരു ഇരുണ്ട ഭൂതകാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്തിമയങ്ങും അത്തിമരത്തിന്റെ ചുവട്ടിൽ മാറും മുലയും കാണിച്ചു കൊടുത്ത മുസ്ലിം പെണ്ണിന്റെ കറുത്ത ചരിത്രം അല്ലാഹു പണി കൊടുത്തു. നമ്മളതിൽ സന്തോഷിക്കുന്നില്ല. മ്യാൻമറിന്റെ ചരിത്രം എന്താണ്? അറാഖാന്റെ തൊഴിവീതികളിൽ ചോരപ്പുഴൊഴുകി 2 കൊല്ലം മുമ്പ് ബോധിവൃക്ഷ തണലിലിരുന്ന് സമാധാനത്തിന്റെ പ്രഭാഷണം നടത്തിയ ബുദ്ധന്റെ അനുയായികളായ ക്രൂരന്മാരായ ബുദ്ധിസ്റ്റുകൾ മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കഴുത്തിൽ കയറിട്ട് വലിച്ചു, കയ്യും കാലും കെട്ടി ടാറിട്ട നട്ടുച്ചയിൽ ബർമയിലെ റോട്ടിലൂടെ വലിച്ച് മുഖത്തെ മാംസം പിഴുതുപോയി കവിളല് റോട്ടിൽ ഉരസുന്ന രംഗമാലോചിച്ചു നോക്ക്. നെഞ്ചും കൂട് റോട്ടിൽ ഉരസി വാരിയെല്ലി റോട്ടിൽ ഉരസുന്ന രംഗമാലോചിച്ചു നോക്ക്. കാലിന്റെ ചിരട്ടകൾ ഇളകിയാടി, കാലിന്റെ വിരലുകൾ തേഞ്ഞുപോയി. കിരാതമായ അക്രമം. അള്ളാഹു അവരൊക്കെ സഹായിക്കട്ടെ. നമുക്ക് അവരോടൊന്നും ആ തരത്തിലുള്ള ദേഷ്യമൊന്നുമില്ല. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ മ്യാൻമറിനും ഒരു ഇരുണ്ട കഥ പറയാനുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അമിത്ഷയെ കൊണ്ടും മോഡിയെ കൊണ്ടും അള്ളാഹു ഒരു പണി തരാൻ പോവാണ്. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ് വനക്സിൻ മിനൽ അംവാൽ വൽ അൻഫുസ് വസ്സമറാത്ത്. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ, നാം പരീക്ഷിക്കും. ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, സമ്പത്തിന്റെ നഷ്ടം കൊണ്ട്, ശരീരത്തിന്റെ നഷ്ടം കൊണ്ട് പരീക്ഷിക്കും. എത്ര ആളുകൾ മരിക്കാൻ തുടങ്ങി? ബേജാറായില്ലേ? ദുനിയാവിന്റെ പ്രശ്നം വന്നപ്പോ എല്ലാവർക്കും ബേജാറായില്ലേ? NRCയും CAയും ദുനിയാവിന്റെ പ്രശ്ന, ആഖിറത്തിന്റെ പ്രശ്നമില്ല. അതിലാർക്കും ബേജാറൊന്നുമില്ല. കശ്മീരിൽ ഭരണഘടനാ പദവി എടുത്തു കളഞ്ഞ് 5 മാസമായിട്ട് ആ ജനത നെറ്റ് കണക്ഷൻ ഇല്ലാതെ ജീവിക്കുക. 3 മുൻ മുഖ്യമന്ത്രിമാര് തടവിലാണ്. ആരെങ്കിലും പ്രതിഷേധിച്ചോ? ഇല്ല. കാരണം അത് കരലായിക്കാരെ ബാധിക്കുന്ന പ്രശ്നമല്ല. ബീഫ് കഴിച്ചതിന്റെ പേരിൽ മുഹമ്മദ് അഖ്ലാഖ് അടക്കമുള്ള ഈ സമുദായത്തിന്റെ മക്കളെ പേപ്പട്ടികളെ പോലെ കൊന്നുകൊല വിളിച്ചപ്പോ കരുളായിയിലോ നിലമ്പൂരോ പ്രതിഷേധിച്ചോ നിങ്ങള്? ഇല്ല. നമ്മളെ ബാധിക്കുന്ന പ്രശ്നമായിട്ടില്ല, അല്ലേ? ബാബരി മസ്ജിദിന്റെ നിരുത്തരവാദമായ വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായപ്പോ ആർക്കെങ്കിലും വലിയ വിഷമുണ്ടായോ? ഇല്ല. നമ്മളെ ബാധിക്കുന്ന പ്രശ്നമില്ല. NRC വന്നപ്പോ എന്താണ് ഇപ്പൊ ഭയങ്കര പ്രക്ഷോഭം? ഭാര്യയും കുട്ടികളെയും ബാധിക്കും. അതന്നെ സ്വന്തം എല്ലുമ്മക്ക് എടുത്തു. അപ്പൊ എല്ലാവരും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുകയാണ്, അല്ലേ ഉമ്മനിങ്ങളെ? അല്ലെങ്കിൽ നമ്മള് UP-ക്കാരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ നമ്മൾ പ്രക്ഷോഭം നടത്തും. ആലോചിക്കണം. ദുനിയാവിന്റെ പ്രശ്നമാണ്. സ്ഥലം വിറ്റ് പോകേണ്ടി വരുമോ, ഇന്ത്യന്ന് പുറത്താകേണ്ടി വരുമോ എന്നുള്ള പേടി വന്നപ്പോ ചില ഉമ്മാരൊക്കെ തഹജ്ജുദ് കഴിച്ച് പൊട്ടിക്കരയാണ്. ഇവിടുന്ന് പോകരുത്, സമ്പത്ത് പോവല്ലേ. കാശ്മീരികൾക്ക് വേണ്ടി ആരെങ്കിലും ഇത്ര 5 മാസത്തിൽ ഒരു തവണ നിസ്കാരത്തിന് ശേഷം തോരുന്നു? പഠിച്ചോനെ, ഞങ്ങളുടെ സഹോദരങ്ങളാണ്, സഹായിക്കണേ റബ്ബേ. ഒരാൾ തോരുന്നു. ഇന്നിപ്പോ ഇന്റർനെറ്റ് 2 ദിവസം കട്ട ഇവിടെ. ഞാൻ സ്ഥിരമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണ്. ഫേസ്ബുക്കിൽ ചെറുപ്പക്കാരൊക്കെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ആയി കിട്ടാം. ബഷീർ വൈസി ദേശങ്ങൾ നടത്തി. നിങ്ങൾ മമ്മൂട്ടിക്ക് മാത്രം ലൈക്ക് കൊടുക്കുന്ന ആൾക്കാരല്ലേ?
നമുക്കൊന്നായിക്കോട്ടെ, നല്ല പോസ്റ്റ് അതിൽ വരുള്ളൂ. അപ്പൊ ഇഖ്വാനിങ്ങളെ മെസ്സഞ്ചറിൽ ഞാൻ കരുളായിക്കാരനാന്ന് പറഞ്ഞിട്ട് അയച്ചാൽ മതി, എന്നാലേ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. 2-3 ID ഉണ്ട്, അതിലൊരു നീലക്കോട്ടുള്ളതാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്, ഒരാകാശ നീല. ഇഖ്വാനിങ്ങളെ, അപ്പോ ഇത് ദുനിയാവിന്റെ പ്രശ്നമാണ്. എല്ലാവർക്കും ബേജാറാ. എന്തിന് ബേജാറെന്ന്? അള്ളാഹു കൂടെയുണ്ട്. ഖയാലുക ഫീ ഐനി വദിക്റുക ഫീ ഫമി വമസ്വാക ഫീ ഖൽബി ഫൈന തഗീബു. അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. അസ്ഹാബുൽ ബദറിനെ സഹായിച്ച അല്ലാഹ്, അതിലേക്ക് മടങ്ങണേ മുഅ്മിനെ. അല്ലാഹുവിനെ സ്നേഹിക്കുന്ന രീതിയിലേക്ക്. പടച്ചോനൊരു പാവമാണെന്ന ചിന്താഗതി നല്ലതാണ്. അല്ലാഹനെ നമ്മൾ പലരും അവതരിപ്പിച്ചത് ഭീകരവാദിയായിട്ടാണ്. നഊദു ബില്ലാഹ്, ബില്ലാഹിനോടൊക്കെ ഉപമിച്ചിട്ട്. അല്ലാഹു നമ്മളെങ്ങനെ നരകത്തിൽ കിടാൻ കാത്തു നിൽക്കുന്ന ആളെ പോലെ അങ്ങനെയൊന്നല്ലേ ഇഖ്വാനിങ്ങളെ. പടച്ചോന് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു ഒരിക്കല്, മൂസാ, ഒരു നാട്ടിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്, അവിടെ ഒന്ന് പോകണം. ആ ആളുടെ മയ്യത്ത് ആ നാട്ടുകാർ മറവ് ചെയ്യുന്നില്ല. ആ ആളോ വലിയും മിൻ ഔലിയാഇ, എന്റെ വലിയുമാരിൽപ്പെട്ട ആളാണ്. നിങ്ങൾ ആ നാട്ടിൽ ചെല്ലണം. മൂസാ നബി ആ ഖറിയയിൽ ചെന്നു. ആ നാട്ടിൽ ചെന്ന് ചോദിച്ചു, ഇവിടെ ആരാ മരിച്ചേ? നാട്ടുകാർ പറഞ്ഞു, ഇവിടെ ആരും മരിച്ചിട്ടില്ലല്ലോ. മൂസാ നബിക്ക് ദേഷ്യം വന്നു. അല്ലാഹ് പറഞ്ഞു മരിച്ചൂന്ന്, നിങ്ങ പറയുന്നു മരിച്ചിട്ടില്ലാന്ന്. ഇവിടെ മയ്യത്ത്. അപ്പൊ അവര് പറഞ്ഞു, ഒരാൾ മരിച്ചിട്ടുണ്ട് നബിയെ. അപ്പൊ നിങ്ങൾ ഇതുവരെ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? അത് നിങ്ങ വന്ന് അന്വേഷിക്കാൻ മാത്രം ഭയങ്കര സ്വാലിയായ ഒരു മനുഷ്യനല്ല മരിച്ചത്. നിങ്ങൾ കലീമുള്ള വലിയ നബിയല്ലേ. ഇവിടെ മരിച്ചത് ഒരു തെമ്മാടിയാണ് നബി. ആലോചിച്ച് നോക്കണം. നമ്മൾ അള്ളാനെ എങ്ങനെ പേടിച്ച് ജീവിക്കല്ലേ. എല്ലാ വയതിലും അള്ളാനെ പേടിക്കണം കേട്ടോ. നല്ല കാര്യം. അള്ളാനെ സ്നേഹിക്കുന്നു നമ്മൾ പറയണില്ലല്ലോ. മൂസാ നബി ചോദിച്ചു, ആ മനുഷ്യനെ എന്തെങ്കിലും അറിയാത്ത, അയാള് ഭയങ്കര കള്ളുകൂടിയാണ് നബി, തെമ്മാടിയാണ് നബി, ഈ നാട്ടുകാർ മൊത്തം ശപിച്ചപ്പെട്ട മനുഷ്യനാണ് നബി, അയാളെ ഞങ്ങൾ മറവിയില്ല. പട്ടികൾ അയാളുടെ ശവം തിന്നട്ടെ, ഞങ്ങൾ മറവിയില്ല. ആരെ കുറിച്ചാ പറഞ്ഞത് അറിയാം? അള്ളാഹു അയാളെ കുറിച്ച് പറഞ്ഞത് വലിയും മിൻ ഔലിയാഇ. ഇപ്പൊ കട്ടിയത് അപകടമായിരിക്കും. മൂസാ നബി ആ മയ്യത്ത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. കണ്ടപ്പോഴും തെരുവിലെ വേസ്റ്റ് ബോക്സിൽ കാനയിൽ ഇട്ടിരിക്കുകയാണ്. മൂസാ നബി എടുത്തു മറവ് ചെയ്തു. അവിടുത്തെ ഇടശരീഅത്ത് പ്രകാരം മറവ് ചെയ്തു. മടങ്ങുമ്പോ നാട്ടുകാർ ചോദിച്ചു, നബിയേ, അങ്ങ് കലീമുള്ള എന്ന ഡെസിഗ്നേഷനുള്ള പ്രവാചകനാണ്. അങ്ങ് തൂർ സീന മലയുടെ മുകളിൽ പോയി അല്ലാഹനെ കാണാൻ പോയ നബിയാണ്. അങ്ങ് ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്. എന്നിട്ട് എന്തിനാണ് ഈ തമ്മാടിയെ മറവ് ചെയ്തത് നബിയേ? മൂസാ നബി കൺഫ്യൂഷഡായി. അവർക്ക് സംശയമായി. അല്ലാഹുവേ, ഇതിന്റെ സിറൊന്ന് അറിയിച്ചതായോ അല്ലാ? ഇതിന്റെ പിന്നിലെ രഹസ്യമൊന്ന് അറിയിച്ചതായോ അല്ലാ? എന്താണിങ്ങനെ? നസല ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. മൂസാ നബിയോട് പറയുകയാണ്, നബിയേ, ആ നാട്ടുകാർ പറഞ്ഞത് മൊത്തം ശരിയാണ്, അവര് പറഞ്ഞതൊക്കെ സത്യമാണ് നബിയേ. ജിബ്രീലേ, ഇങ്ങനെ തമ്മാടിയായ മനുഷ്യൻ എങ്ങനെയാണ് അള്ളാന്റെ വലിയാകുന്നത്? അപ്പൊ പറഞ്ഞു, നബിയേ, അയാൾ മരിക്കുന്നതുവരെ തമ്മാടിയായിരുന്നു നബിയേ. മരിക്കുന്നതിന് തൊട്ടു മുമ്പേ അയാൾ അള്ളാനോട് ദുആ ചെയ്തു നബിയേ. കരുളായി യതീംഖാനയുടെ 25ാം വാർഷിക സദസ്സിൽ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരാ, എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, സകല വയലും കഴിഞ്ഞിട്ട് വേദനയോടെ മടങ്ങുന്നവരെ, ഇന്ന് നിങ്ങൾ പ്രതീക്ഷയോടെ മടങ്ങിപ്പോകണമേ. അത് തെറ്റ് ചെയ്യാനുള്ള ലൈസൻസുമായിട്ടല്ല, ചെയ്തു പോയ തെറ്റിൽ അല്ലാഹു പൊറുക്കുമെന്ന പ്രതീക്ഷയോടെയാണ്. നാളത്തെ സുബഹി ബാങ്ക് കേൾക്കുമ്പോൾ യാ അല്ലാഹ് എന്ന ആത്മവിലാപത്തോടെ എഴുന്നേൽക്കാനാണ്. മൂസാ നബിയോട് ജിബ്രീൽ പറഞ്ഞു. അയാൾ 4 ദുആ ചെയ്തു. മറ്റൊരു പ്രത്യേകത കൂടി അയാൾക്കുണ്ട്. അയാൾ തൗറാത്ത് എന്ന വേദഗ്രന്ഥം വായിക്കാറുണ്ട്.
എല്ലാ തമ്മാടിത്തരം ചെയ്യുമ്പോഴും തൗറാത്ത് വായിക്കും അയാൾ. മൂസാ നബിയുടെ ഗ്രന്ഥമാണ് തൗറാത്ത്. അതിലയാൾ ഇങ്ങനെ വായിക്കുമ്പോ അതനുസരിച്ച് അമൽ ചെയ്യാനൊന്നുമല്ല അയാൾ വായിക്കുന്നത്. അതിലൊരു പേരുണ്ട്, മുഹമ്മദോ മുഹമ്മദോ. ആ പേരിന്റെ ആളെ അയാൾക്കറിയില്ല. വരാനിരിക്കുന്ന ഒരു പ്രവാചകന്റെ നാമധേയമാണത്. ആ പേര് കേൾക്കുമ്പോ ഖബ്ബലഹു വസല്ലമ അലൈഹി, അയാൾ സലാത്ത് ചെല്ലാറുണ്ട്. ആ പേരിനെ അയാൾ ചുംബിക്കാറുണ്ട്. ഞാൻ കരുതി ഉസ്താദ് പോയി മുങ്ങിയെന്ന് കരുതി. അള്ളാഹു ദീർഘായുസ്സു ആഫിയത്തൊക്കെ കൊടുക്കട്ടെ. ഈ യത്തീംഖാനയെ പോലെ യത്തീംഖാന നടത്തുന്ന ആളാണ്, വലിയ സ്ഥാപനം നടത്തുന്ന ആളാണ്, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മുടെ സമീപത്തൊക്കെ 1, 2, 3 വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും വീട് വേണമെങ്കിൽ മൂപ്പരെ കണ്ടാൽ മതിട്ടോ, ഫ്രീ ആയിട്ട് മൂപ്പര് വെച്ച് തരും. ഞാനൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആരെങ്കിലും വീടില്ലാത്തവരൊക്കെ പോകുമ്പോൾ മൂപ്പരെ കണ്ടോളിട്ടോ. അങ്ങനെ കുടുങ്ങണമല്ലോ. അള്ളാഹു ബർക്കത്ത് കൊടുക്കുന്നത് ദീനിന് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹായിക്കാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. ആമീൻ പറയും. നിങ്ങളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കും, ഈ സ്ഥാപനത്തെ സഹായിക്കും. അതൊക്കെ അള്ളാഹിന്റെ സഹായം കിട്ടുന്ന പരിപാടിയാണ്. ഇഖ്വാനിങ്ങളെ, മൂസാ ആ മനുഷ്യൻ ആ പേരിനെ ഖബ്ബലഹു, അതിങ്ങനെ ചുംബിക്കും അയാൾ. മുഹമ്മദ് എന്ന പേരിനോടൊരു റെസ്പെക്റ്റ് കണ്ടോ നിങ്ങള്? ആരാണ്? ത്വഹ റസൂലുള്ളാഹി. സലാത്തും ചൊല്ലും. അതാണ് അയാളുടെ ഒന്നാമത്തെ യോഗ്യത. ഇനിയിപ്പോ നിങ്ങൾ കരുതുന്ന ഇന്ന് മുതൽ നാളെ രാവിലെ ഒരു 2 പെഗ് അടിച്ചിട്ട് മങ്കൂസ് പോലും എടുത്തിട്ട് ഇങ്ങനെ ചുംബിക്കുക, എന്നാ സ്വർഗത്ത് പോവാലോ എന്ന്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അയാൾ സ്വർഗത്ത് പോകണം എന്നുള്ള സ്വാർത്ഥത കൊണ്ടൊന്നല്ല ചുംബിക്കുന്നത്. ആ പേരിനോടൊരു ഇന്റിമസി ക്രിയേറ്റ് ചെയ്തു, ഒരു അറ്റാച്ച്മെന്റ്. രണ്ടാമത്തെ കാര്യം അയാളുടെ ദുആയാണ്. അയാൾ ദുആ ചെയ്തു, അല്ലാഹ് അൻത തഅലം, നിനക്കറിയാമല്ലോ രക്ഷിതാവേ, ഇന്നി ഉഹിബ്ബുസ് സാലിഹീന, ഞാൻ സാലിഹീങ്ങളെ സ്നേഹിക്കുന്നവനാണല്ലോ. വലസ്തു മിൻഹും, ഞാൻ അവരിൽ പെട്ടവനല്ല. കണ്ടോ 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 കണ്ടോ, എനിക്ക് സാലിഹീങ്ങളെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ സാലിഹല്ല. ഇത് നിനക്കറിയാലോ. നമ്മൾ പല തെറ്റ് ചെയ്തിട്ടുണ്ടോ, അള്ളാഹുക്ക് പുറത്തു വരട്ടെ. പക്ഷെ സാലിഹീങ്ങളായ മുത്തഅല്ലിമീങ്ങളെ നിങ്ങൾ സ്നേഹിക്കുമോ നിങ്ങളെ? അതുകൊണ്ടെങ്കിലും ചിലപ്പോൾ അള്ളാഹ്ക്ക് നമ്മളോടൊരു കരുണങ്ങ് തോന്നിയിട്ട് സ്വർഗത്തിലേക്ക് തട്ടിയാലോ. അള്ളാഹു സ്വർഗം തരട്ടെ. നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്വഹാബത്തിനുമായിരുന്നല്ല, പല പാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ സാലിഹീങ്ങളെ ഭയങ്കര ഇഷ്ടാകണം നമുക്ക്. അയാൾ പറഞ്ഞത് അതാണ്, എനിക്ക് സാലിഹീങ്ങളെ ഇഷ്ടമാണെന്ന് നിനക്കറിയാമല്ലോ അല്ലാഹ്. രണ്ടാമത് അയാൾ പറഞ്ഞു, നോക്കൂ നിങ്ങൾ, അസ്ഹാബുൽ കൗഫിനെ സ്നേഹിച്ച നായ ആള് സ്വർഗത്തിലെ ജീവിയാണ്. നമ്മുടെ വീടിന്റെ മുകളിൽ പഴമക്കാരായ വെല്ലിപ്പമാരും വെല്ലിമ്മമാരും അസ്ഹാബുൽ കൗഫിന്റെ പേരെഴുതി വെക്കാറുണ്ട്. ആ പോസ്റ്ററിലെ നടുവൃത്തത്തിൽ എഴുതിയ പേര് നിങ്ങൾ കണ്ടോ? ഖുത്മീർ. അതൊരു നായയുടെ പേരാണ്. തൊട്ടാൽ കഴുകേണ്ട നായ, 7 തവണ കഴുകേണ്ട നായ, അതിലൊരു തവണ മണ്ണ് കലക്കി കഴുകേണ്ട നിന്ദ്യനായ നായ. ആ നായയുടെ പേരാണ് നിങ്ങൾ വീടിന്റെ ഉള്ളിൽ ബറക്കത്തിന് വേണ്ടി എഴുതി വെച്ചത്. എന്താണ് ആ നായയുടെ യോഗ്യത? സ്വാലിഹീങ്ങളായ അസ്ഹാബുൽ കൗഫിനെ സഹായിച്ചു എന്നതാണ് നായയുടെ യോഗ്യത. അല്ലാഹു സ്വർഗം കൊടുത്തു ഖിത്മീർ എന്ന നായക്ക്. അതാണ് അല്ലാഹു. മനസ്സിലായ? പോയിന്റ് നമ്പർ 2, അല്ലാഹുവേ നിനക്കറിയാം, നിനക്കറിയാം അല്ലാഹുവേ, ഞാൻ മഹാപാപിയാണ് അല്ലാഹുവേ, നിനക്കറിയാം. പക്ഷേ എനിക്ക് തെമ്മാടികളെ വെറുപ്പാണ് അല്ലാഹുവേ. നേരത്തെ പറഞ്ഞത് ഞാൻ തെമ്മാടിയാണ്, പക്ഷെ എനിക്ക് സ്വാലിഹീങ്ങളെ ഇഷ്ടമാണ്. ഞാൻ അവരിൽ പെട്ടവനാണെന്നല്ല, പക്ഷെ ഞാൻ തെമ്മാടിയാണ്, എനിക്ക് തെമ്മാടികളെ വെറുപ്പാണ്. 3, അല്ലാഹുവേ നിന്റെ സ്വർഗമുണ്ടല്ലോ അല്ലാഹ്, ആകാശഭൂമികളുടെ വലിപ്പമുള്ള ജന്നാത്ത്, അതിൽ കടക്കാനുള്ള അമലെന്റെ കയ്യിലില്ല. നിനക്കറിയാമത്. ജീവിതത്തിൽ ഒരു നന്മയും ഞാൻ ചെയ്തിട്ടില്ല റബ്ബേ, ഒരു ഇബാദത്തും ഞാൻ ചെയ്തിട്ടില്ല റബ്ബേ. പക്ഷേ എന്നെ ഒന്ന് നിന്റെ സ്വർഗത്തിൽ കടത്തി എന്നതുകൊണ്ട് നിന്റെ അധികാരത്തിൽ നിന്ന് ഒന്നും കുറയില്ലല്ലോ റബ്ബേ.
നിന്നൊന്ന് സ്വർഗത്ത് കടത്തിയാൽ നിന്റെ അധികാരത്തിന് എന്തെങ്കിലും കുറയോ? ഇല്ലല്ലോ റബ്ബേ, എന്നൊന്ന് കടത്തിക്കൂടെ? നാലാമതയാളുടെ ദുആ, റബ്ബേ നിന്റെ നരകം ഭയാനകമാണല്ലോ, എനിക്കറിയാ, ആ നരകത്തിൽ കിടന്ന് കത്തിച്ചാമ്പലാകേണ്ട ദ്രോഹിയാണ് ഞാനല്ലാ, നിനക്കൊരു ഇബാദത്തും ചെയ്യാത്ത പരമചെറ്റയാണ് ഞാന്. പക്ഷേ ആ നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റി എന്നതുകൊണ്ട് ആരെങ്കിലും നിന്നെ ചോദ്യം ചെയ്യുമോ? അല്ലാഹുവേ, നിന്നെ ചോദ്യം ചെയ്യില്ലല്ലോ അല്ലാഹുവേ, അതുകൊണ്ട് എന്നെ നരകത്ത് കടത്തല്ലേ. ഹൃദയത്തിന്റെ വിമലീകരണം സംഭവിച്ച ദുആ, ഹൃദയത്തിൽ പ്രണയം നിറച്ച ദുആ, അല്ലാഹുവിനെ പ്രതീക്ഷിച്ച ദുആ, അന ഇൻദ ലന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ എങ്ങനെയാണ് കരുതുന്നത്, ഞാൻ അവനെ അങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക. ഹദീസ് ഖുദ്സി ഖാല അല്ലാഹു അസ്സ വജൽ. എന്താ നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയത്? അന ഇൻദ ലന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താ കരുതിയത് അതേപോലെ ഞാൻ പരിവർത്തിക്കുക. നമ്മൾ കരുതാണ് അച്ഛനെ ഞാൻ നരകത്ത് പോകും, എന്നാ പിന്നെ നരകത്തിൽ തന്നെ ആയിരിക്കും. അല്ലാഹുവിനെ സ്നേഹിക്കുക, ഇങ്ങനെ പേടിച്ചില്ലേ കുറെ കൊല്ലായിട്ട്? ആ മനുഷ്യനെ അല്ലാഹു ചേർത്ത് പിടിക്കുകയാണ്. മഹാതമ്മാടിയെ വലിയും മിൻ ഔലിയായി, എന്റെ വലിയായി തെരഞ്ഞെടുത്തു എന്ന്. മിറാക്കിൾ, ഇറ്റ്സ് എ മിറാക്കിൾ. അത്ഭുതമല്ലേ അത്? എന്ന് കരുതിയിട്ട് ഇപ്പൊ നമ്മൾ തെറ്റൊക്കെ ചെയ്തിട്ട് അവസാനം ഈ 4 ഡയലോഗ് അടിച്ചാൽ മതി എന്ന് കരുതണ്ട. അത് ഹൃദയം പൊട്ടിയ ഒരു പ്രാർത്ഥനയായിരുന്നു. അള്ളാഹു കൊണ്ട് സ്വീകരിച്ചു. നമ്മൾ കരുതി നമ്മൾ കുറെ നിസ്കരിക്കുക, കുറെ നോമ്പ് എടുക്കുക, ഒരു 5 ഉംറയൊക്കെ ചെയ്യുക, എന്താ കിടക്കണം സ്വർഗത്തിലേക്ക്? ഇല്ല ഉമ്മനികളെ, ദിക്റു കഫീഫമിയാണ്. ചുണ്ടിൽ അള്ളാന്റെ ദിക്റാണ്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഈബത്തും നമീമത്തും പറയണത്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ വിവാദമായത്. മനസ്സിലായില്ലേ? ഇപ്പൊ എത്ര വിവാദം ഞാൻ പറഞ്ഞു. ലോകത്തെ ഏറ്റവും കൂടുതൽ ഈബത്ത് പറയുന്ന ഒരു മുസ്ലിങ്ങളാണ്. അത് ലൈവ് പോകുന്നുണ്ടെന്ന് എനിക്ക് പേടി. ഏതെങ്കിലും RS കട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈബത്ത് പറയുന്ന മുസ്ലിമാണ്. അതിലെന്നെ കേരളത്തിലെ മുസ്ലിങ്ങളാണ്. ഞാൻ ഒന്നുകൂടി ചുരുക്കിയ മലപ്പുറവും, ഒന്നുകൂടി ചുരുക്കിയ നിലമ്പൂർ താലൂക്കാവും, ഒന്നുകൂടി ചുരുക്കിയ കരുളായിയാകും. അത് ഞാൻ ഇപ്പോൾ ചുരുക്കണില്ല, എനിക്ക് വന്നതുപോലെ തിരിച്ചു പോകേണ്ടത് കൊണ്ട് ഞാൻ അങ്ങനെ ചുരുക്കി പറയണില്ല. അല്ലേ ഉമ്മനികളെ? അസർ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരിക, നിസ്കാരം കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് തവളകൾ കയറിയിരിക്കണമാതിരി ഇങ്ങനെ കയറിയിരിക്കും. അത് ഈബത്തല്ല, കാരണം പേര് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ കണ്ടോറ് ഈബത്തും നിമിത്തും പറയാം. എന്നിട്ട് ഈ തന്തയുടെ വിചാരം എന്താണ്? സ്വർഗം കിട്ടുന്നു, ഒലക്ക കിട്ടും. സ്വർഗം കിട്ടൂല ഉമ്മനികൾ. ഇതാണ് എന്നെ പ്രസംഗിക്കാൻ വിളിക്കണ്ടെന്ന് ഞാൻ പറയാൻ കാരണം. മജ്ലിസുന്നൂറിന് പോകുന്ന പെണ്ണുങ്ങളുണ്ടതില് നമ്മളതിന്റെ ആളാണ്. നല്ല കാര്യം. ദിക്റിന്, സ്റ്റഡി ക്ലാസ്സിന്, വഅലിന് ഓടി ഓടി പോകുന്ന പെണ്ണ് അമ്മായിയും മരുമകളും പാമ്പിനെ കുത്തണമായി കുത്താണ്. അമ്മായിമ്മയുടെ കുറ്റം, അടുക്കളയിൽ പോയിട്ട് സ്വന്തം വീട്ടിലേക്ക് ഉമ്മ ഞാൻ ഈ തള്ളക്ക് വിഷം കൊടുക്കട്ടോ, നമുക്ക് സഹിക്കാൻ വയ്യ ഈ ബത്ത്. എന്നിട്ട് അവൾ ഇങ്ങനെ ഖുർആൻ ക്ലാസ്സിന് പോവാ. അമ്മായിമ്മയോ? അമ്മായിമ്മ കരുതുണ്ടാവും, പറഞ്ഞു കൊടുക്കും, മോനെ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾക്കുള്ളത് വേറെ തരുന്നുണ്ട്, 5 മിനിറ്റ് കഴിയട്ടെ അല്ലേ? എന്താ നമ്മുടെ വിചാരം? ഈബത്ത് പറയാ, നമീമത്ത് പറയാ. ഞാനിത് ഇത്ര ധൈര്യത്തോടെ പറയണം എന്താണെന്നറിയോ? നമ്മൾ തെറ്റ് ചെയ്യുന്ന ആളൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഞാൻ ഈബത്തും നിയമത്തും പറയാറില്ല. ഞങ്ങൾ താജുസ്കരിക്കുന്നൊന്നും അയാൾ പറയണില്ല. എന്താ കാരണം? എനിക്ക് പറ്റാത്ത കാര്യമാണ്. നോക്കി നടക്കില്ല, രാത്രിയൊക്കെ യാത്രയിലായിരിക്കും. പക്ഷെ ഈബത്തും നിയമത്തും പറയരുത് മുമ്പ് നിങ്ങളെ. ആരത് കുറക്കുക? ഏത് വീട്ടിലെ അമ്മായിമ്മ മരുമകൾ തല്ലാത്തത്? അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി. എന്നിട്ട് ഇവര് ഭയങ്കര നിസ്കാരം. അമ്മായിമ്മ തസ്ബീഹ്മാലയുടെ കയ്യിൽ നിന്നും വിട്ടുക്കില്ല. തഹജ്ജുദ് വിത്രൊക്കെ നിസ്കരിക്കും. അല്ലാ 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 തന്നെയുള്ളൂ. മരുമകളുടെ കുറ്റം അപ്പുറത്തെ ഭാഗത്ത് വന്ന വിളിച്ചടിച്ചു വിടും അല്ലേ? എന്നിട്ട് നമ്മള് ബദർ കേട്ട മുദ്രാവാക്യം NRC ജയിക്കണേന്ന്. എവിടെ ജയിക്കാൻ? ഇവിടെ മതസംഘടനകളെ കുറ്റം പറയാൻ കുറെ ആൾക്കാരുണ്ടല്ലോ. ഇവർ ഒന്നാകണില്ല, ഇവർ യോജിപ്പില്ല, അങ്ങനെ എങ്ങനെ യോജിച്ചാലാണ് ഒന്നിച്ചു നിൽക്കണമെന്ന്. ഇവിടെ ആദ്യം അമ്മായിയും മരുമകളും ഒന്നായാൽ തന്നെ അള്ളാന്റെ സഹായം ഉണ്ടാവുള്ളൂ. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റല്ലേ? അടിയല്ലേ? ജ്യേഷ്ഠനും അഞ്ചനും സ്വത്തിന്റെ പേരില് കരുളായിൽ തല്ലല്ലേ? അയൽവാസികൾ തമ്മിൽ വഴക്കല്ലേ? എന്നിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ പാസ്സുമായിട്ട് ഇരിക്കല്ലേ നമ്മള്? അല്ലേ ഇഖ്വാനിങ്ങളെ? തീർക്കാൻ പറ്റുമോ ഇന്നത്തെ രാത്രിയിൽ? എപ്പട്ടെ മനസ്സിലുണ്ടാവും, നീ ഒന്ന് പോടറുക. എന്റെ ഒരു ഡയലോഗ് കാണാം നമുക്ക്. സിറാത്ത് പാലത്തിന്റെ അവിടെ വെച്ച് കാണാം. അമലിത്തിരി കുറഞ്ഞാലും മുത്തുമുമ്പ് നിങ്ങൾ ഈബത്ത് പറയരുത്.
നമ്മളിങ്ങനെ ഖബർ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ എന്താ പറയാ, ചിതലുമ്പുഴക്കള് താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചൊല്ലുന്നതിൽ. എല്ലാ വേദലും ഇങ്ങനെ പാടും. താഴ്വസ്ഥ ഭയങ്കര തക്വയോടെ എഴുതിയതാ. ഇപ്പൊ അത് പിരിവിനുള്ള പാട്ടാ. മനസ്സിലായില്ലേ നമ്മുടെ ഡയലോഗിന്റെ ഒരു കനം? പിരിവിന് വേണ്ടി പാടിയത് ജനങ്ങൾ അമ്മായിമ്മയൊക്കെ ഇങ്ങനെ ആ പിറ്റേ നേരം വെളുത്ത മരുമകളെ കുറ്റം പറയാണ് ഈ തള്ള. മരുമകൾ തിരിച്ചു. എന്നിട്ട് ഖബറിൽ പോയി കിടക്കേണ്ടത്. കള്ളുടിച്ച മോമിനികളെ അള്ളാഹു പുറത്തു വരും. വ്യഭിചരിച്ചാലും അള്ളാഹു പുറത്തു വരും. ഈ പത്ത് പുറത്തു വരില്ല. മനസ്സിലായ? അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ എന്നിട്ട് മതി NRC-ക്കെതിരെയുള്ള പ്രക്ഷോഭമൊക്കെ. അള്ളാഹു സഹായിക്കണമെങ്കിൽ. ദേശീയായോ നിങ്ങൾക്ക് മോമിനികളെ പറഞ്ഞ? ദേശീയായോ? ദേശീയ മോമിനികളെ എങ്ങനെയൊക്കെ പറയണേല് നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ നല്ല വേല കേൾക്കാം. കുറെ കാലമായില്ലേ ഈ ഖബർ കേട്ടിട്ട് എന്താണ് നമ്മൾ നന്നാകത്ത്? അള്ളാഹിനെ സ്നേഹിക്കുന്ന ഒരവസ്ഥയിൽ മാറണം.